നമസ്കാരം. പണ്ട് കാലങ്ങളിൽ ഒട്ടുമിക്ക വീടിന്റെ മുറ്റത്തും കണ്ടിരുന്നതായ ഒരു ഔഷധ സസ്യമായിരുന്നു പനിക്കൂർക്ക. ഇപ്പോഴുള്ള തലമുറയിലെ പലർക്കും ഇതിന്റെ ഔഷധ ഗുണങ്ങൾ അറിയുന്നതല്ല. കുട്ടികളുള്ള വീട്ടിൽ ഒരു പനിക്കൂർക്കയെങ്കിലും നട്ടു വളർത്തണം എന്നാണ് പറയുക. ഇതിനെ ഞവര, കഞ്ഞിക്കൂർക്ക എന്നിങ്ങനെ പല രീതിയിൽ പലരും വിളിക്കുന്നതാണ്. പല ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്കും പ്രതിവിധി കൂടിയാണ് പനിക്കൂർക്ക. എന്നാൽ പനിക്കൂർക്ക നിങ്ങളുടെ വീടുകളിൽ ധാരാളം വളരുന്നു എങ്കിൽ വളരെയധികം പ്രത്യേകതകൾ പരാമർശിക്കുവാൻ സാധിക്കും. ആ ഭൂമിക്ക് പ്രത്യേകതകളുണ്ട്. കാരണം ഈശ്വരാധീനമുള്ള വീടുകളിൽ മാത്രമേ ഇപ്രകാരം ധാരാളമായി പിടിച്ചു വരൂ. അല്ലെങ്കിൽ എത്ര തന്നെ നിങ്ങൾ ശ്രമിച്ചാലും വളരണം എന്നില്ല. ഇത് പലരുടെയും വീടുകളിൽ സംഭവിക്കുന്നതായ സമയമാണ്. എന്നാൽ പനിക്കൂർക്ക ധാരാളമായി വളരുകയാണ് എങ്കിൽ നിങ്ങളുടെ ഭൂമി ഈശ്വരാധീനമുള്ള ഭൂമിയാണ് എന്ന് തന്നെ അർത്ഥമാക്കാം. മറ്റ് ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളും ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം, അഥവാ ആ വീടുകളിലേക്ക് കടന്നു വരാം. അതിൽ പ്രധാനമായും പരാമർശിക്കുന്നത് ഭാഗ്യം തന്നെയാണ്. ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യം കടന്നു വരും. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ലക്ഷ്മി കടാക്ഷം ആ വീടുകളിലുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ്. ലക്ഷ്മി കടാക്ഷമുള്ള വീടുകളിൽ ഇപ്രകാരം ധാരാളമായി പനിക്കൂർക്ക വളരുന്നതാണ്. ഒരു കട നട്ടു എങ്കിൽ പോലും അത് പിടിച്ചു വരുന്നതായ സാഹചര്യം ഉണ്ടാകും. ധാരാളമായി ആ കറ്റാർവാഴ വളരുകയും ചെയ്യും. മറ്റൊരു കാര്യം, ആ വീടുകളിൽ നെഗറ്റീവ് ഊർജത്തിന്റെ പ്രഭാവം കുറവാണ് എന്നും ദുർശക്തികൾ വളരെ കുറവാണ് എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ നിങ്ങളുടെ വീടുകളിൽ പോസിറ്റീവായ ഊർജം അഥവാ ഈശ്വരാധീനം നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ ആ കാര്യങ്ങൾ നിലനിർത്തുവാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്നും ഉയർച്ചകൾ വന്നു ചേരും. തടസ്സങ്ങളോ ദുരിതങ്ങളോ വന്നു ചേരും എങ്കിൽ പോലും അതിന് വളരെയധികം കാലം നിങ്ങളെ പിടിച്ചു നിർത്തുവാൻ സാധിക്കണം എന്നില്ല. അതെല്ലാം തരണം ചെയ്ത് വിജയങ്ങളും ഉയർച്ചകളും നേടിയെടുക്കുവാൻ സാധിക്കും. പലരും വിജയങ്ങൾ തടയുവാൻ ശ്രമിച്ചു എന്ന് വരാം. എന്നാൽ അവർ പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് ജീവിതത്തിൽ വന്നു ചേരുക. പലവിധ നേട്ടങ്ങൾ വന്നു ചേരും. അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ധനപരമായ നേട്ടങ്ങൾ, മറ്റ് നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയ സാധ്യതകൾ വർദ്ധിക്കും. അത് നിങ്ങൾ ചെയ്യുന്നതായ ഏതൊരു കാര്യത്തിലും പ്രതിഫലിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പണം കൈകളിലേക്ക് വന്നു ചേരാം. പണം കൈകളിലേക്ക് പലർക്കും വന്നു ചേരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ വന്നു ചേരുന്ന പണം കൈകളിൽ നിലനിൽക്കുന്നു എന്നതാണ് പ്രാധാന്യം. പലർക്കും അത് സംഭവിക്കണം എന്നില്ല. കാരണം പല വഴികളാലും ധനം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം പലർക്കുമുണ്ട്. അതുവരെ ഉണ്ടാകാത്തതായ ചില കാര്യങ്ങൾ സംഭവിക്കും. ആ വഴിക്ക് ധനം നഷ്ടമാവുകയും ചെയ്യും. എന്നാൽ പനിക്കൂർക്ക ധാരാളമായി പിടിച്ചു വരികയാണ് എങ്കിൽ അത് ആ വ്യക്തികളുടെ വീടുകളിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതിനും വന്നു ചേരുന്ന പണം നിങ്ങളിൽ നിലനിൽക്കുന്നതിനും സഹായകരമായി തീരും. ഇനി ഈ ഇലയുമായി ബന്ധപ്പെട്ട് അഥവാ പനിക്കൂർക്കയുടെ ഇലയുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതായ ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഇത് ആർക്കും എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഐശ്വര്യവും ധനവരവും ഇരട്ടിപ്പിക്കുവാൻ സാധിക്കും. ചെയ്യേണ്ടത് ഇപ്രകാരമാണ്. ഒരു ഇല നിങ്ങൾ പറിച്ച് ആ ഇല നന്നായി കഴുകണം. ശേഷം നിങ്ങളുടെ പേഴ്സിൽ അത് സൂക്ഷിക്കുക. ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ധനപരമായ വർധനവ്, ധനപരമായ ഉയർച്ച നിങ്ങളിലേക്ക് വന്നു ചേരും. പണം വന്നു ചേരുവാനുള്ള സാഹചര്യങ്ങൾ വർദ്ധിക്കും. അതിനാൽ തന്നെ ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ആ പേഴ്സിൽ പണം നിറയുന്നതിനോ അല്ലെങ്കിൽ ഒരു പരിധിവരെ തന്നെ തടസ്സങ്ങൾ ഒഴിയുന്നതിന് സഹായകരമായി തീരും. അനാവശ്യമായ ചെലവുകൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് കുറയ്ക്കുവാൻ സാധിക്കും. പണം നിങ്ങളെ തേടിയെത്തുന്നതായ സാഹചര്യം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം.
ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നാകാം. അത്തരത്തിൽ ധനം നിങ്ങളെ തേടി എത്തുന്നതായ സാഹചര്യങ്ങൾ പോലും സംഭവിക്കുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ തീർച്ചയായും പേഴ്സിൽ നിങ്ങൾ സൂക്ഷിക്കണം. എന്നാൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ആ പേഴ്സിന് കേടുപാടുകൾ സംഭവിച്ചതാകുവാൻ പാടുള്ളതല്ല. ആ കാര്യം പ്രധാനമായും ശ്രദ്ധിക്കുക. അനാവശ്യമായ വസ്തുക്കൾ ഒരിക്കലും ആ പേഴ്സിൽ സൂക്ഷിക്കാൻ പാടുള്ളതല്ല. ബില്ലുകൾ, അത്തരത്തിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതായ കാര്യങ്ങൾ തീർച്ചയായും പേഴ്സിൽ നിന്നും നിങ്ങൾ മാറ്റേണ്ടതായിട്ടുണ്ട്. കീറിയ നോട്ടുകൾ ആ പേഴ്സിൽ ഉണ്ടാകുവാൻ പാടുള്ളതല്ല. ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പേഴ്സിൽ ഒരു ഇല നിങ്ങൾ വയ്ക്കുക. രണ്ടാമത്തേത് വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. വിളക്കുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. ഈ ഇല, അതായത് പനിക്കൂർക്കയുടെ ഇല, നിങ്ങൾ വിളക്ക് തെളിയിക്കുമ്പോൾ ആ വിളക്കിൽ ഇട്ട് തെളിയിക്കുകയാണ് എങ്കിൽ അത് ആരോഗ്യവർദ്ധനവിന് ഉത്തമമാണ്. സാമ്പത്തികപരമായ പരാധീനതകളിലൂടെ മുന്നോട്ട് പോകുന്നവരാണ് എങ്കിൽ പോലും ആ പരാധീനതകൾ കുറച്ചു കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കും. ആ വീടിന് ഉയർച്ച പ്രദാനം ചെയ്യുവാൻ സാധിക്കും. കൂടാതെ ശത്രുദോഷങ്ങൾ, ദൃഷ്ടിദോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതിന് സഹായകരമായി തീരും. പ്രധാനമായും ആ വീടുകളിൽ പോസിറ്റീവായ ഊർജം വർദ്ധിക്കും. നെഗറ്റീവായ ഊർജത്തിന് നിലനിൽക്കുവാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം. കൂടാതെ ഏതൊരു വിധത്തിലുമുള്ള ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ കാര്യങ്ങളും അതിന്റെ കാഠിന്യവും കുറഞ്ഞു വരുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ അനുഭവപ്പെടുന്നതാണ്. അത്തരം കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. കൂടാതെ ആ വ്യക്തികൾക്ക് പലവിധ നേട്ടങ്ങളിലേക്ക് എത്തുവാൻ സാധിക്കും. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങളിൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തുക. ഈ ഒരു ഇല ഉപയോഗിച്ച് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇപ്രകാരം തെളിയിക്കുന്നത് ഇരട്ടി ഫലദായകമാണ്. എല്ലാ ദിവസവും ഏവർക്കും ഇപ്രകാരം തെളിയിക്കുവാൻ സാധിക്കണം എന്നില്ല. അതിനാൽ മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട വിശേഷപ്പെട്ടതായ ദിവസങ്ങളിൽ ഇപ്രകാരം ചെയ്യുന്നത് സർവ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ഇങ്ങനെ ചെയ്യുവാൻ സാധിക്കുന്നത് പോലും അനുകൂലമായ ഫലങ്ങൾ നൽകും. അതായത് ഭാഗ്യം അല്ലെങ്കിൽ മഹാലക്ഷ്മി കടാക്ഷം ഉള്ളതിനാലാണ് ഇപ്രകാരം ചെയ്യാൻ സാധിക്കുന്നത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. എന്നാൽ മറ്റ് ചില കാര്യങ്ങൾ കൂടി പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഈ ചെടി വീടുകളിൽ വളർത്തുമ്പോൾ ഒരിക്കലും മലിനജലത്തിൽ വളർത്തുവാൻ പാടുള്ളതല്ല. അതായത് മലിനജലം വരുന്ന ഭാഗത്ത് ഒരിക്കലും ഈ ചെടി വളർത്തുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ദോഷകരമാണ്. ചപ്പുചവറുകൾ ഒരിക്കലും ഈ ചെടിയോട് ചേർന്ന് കൂട്ടിയിടാൻ പാടുള്ളതല്ല. അതും നിങ്ങൾക്ക് ദോഷകരമായ ഫലം നൽകും. കൂടാതെ ഈ ഭാഗത്ത് ഒരിക്കലും ഈ ചെടിയോട് ചേർന്ന് അല്ലെങ്കിൽ തൊട്ടടുത്തായി തീയിടാൻ പാടുള്ളതല്ല. അഴ മുതലായ കാര്യങ്ങൾ ഈ ചെടിക്ക് അരികിലായി വരുന്നതും ശുഭകരമല്ല. അത് ദോഷകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും. പനിക്കൂർക്ക ഉപയോഗിച്ച് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായും ഈ കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തണം. എന്നാൽ മാത്രമാണ് പൂർണ്ണമായ ഫലം ലഭിക്കൂ. ഒരിക്കലും ചൂല് പനിക്കൂർക്കയുടെ അടുത്ത് വയ്ക്കാൻ പാടില്ല എന്ന കാര്യവും ഓർക്കണം.